പോന്നോടാ ഒരു സ്വയംഭൂ മരാല്. കിടക്കട്ടെ വീശ് പഠിപ്പിക്കാൻ പോവാ. അവിടെ ഏതാണ്ട് ഇടിക്കണോ? ശരിയാ, കണ്ടോ? അവിടെ കിടക്കട്ടെ, വലിക്കട്ടെ വലിക്കട്ടെ. ചെമ്പല്ലിയ ചെളിക്കകത്ത് താന്നിട്ട് പൊങ്ങുന്ന. ഞാൻ പറഞ്ഞില്ല കിടന്നാല് വലിക്കാത്ത വെള്ളം ഉണ്ടാകില്ല. അതിനകത്തൂടി ഒന്ന് മാർക്കിട്ട് അവിടെ കാര്യം അറിയുന്നുണ്ടോ? പൊള്ളത് നീ നിന്നോടാ അവിടെ വല ഇട്ടിട്ട് കയറി പയ്യ ആഞ്ഞു വലിക്കല്, പയ്യെ ഇരണ്ടി ഇങ്ങനെ വലിക്കണം. ചെരുപ്പൊക്കെ ഊരിയിട്ടേക്ക് വലിക്കും. വീശാൻ വെറുതെ ഒരു ചെരുപ്പ് കിട്ടണോ വീശാൻ പോവാം. അങ്ങോട്ട് വലിക്കുന്നു. ആ ഇത് കണ്ടോ, അത് വീണില്ലായിരുന്നു. വീണില്ല വലി. ആ പയ്യെ വലിച്ചു, പതിയെ വലിച്ചാ പോരെ. ഇതുണ്ടെങ്കിൽ മോൻ്റെ ഭാഗ്യം. ആ പയ്യെ വലിച്ചാൽ മതി. ഉടക്കുണ്ടോ? ആ ആ എന്നാ അതെ മോൻ അങ്ങോട്ട് ഇറങ്ങി ആ മാഞ്ഞാണ്ട് പിടിച്ചിട്ട് ആ പയ്യെ ഇറങ്ങി ആ ഉളക്ക് തപ്പി വരും. നല്ല പൊക്കി വിടല്ലേ. കല്ലെടുത്ത് പയ്യെ ഇറങ്ങാനുള്ള എല്ലാം കുറ്റിയൊക്കെ ഉണ്ട്. കാലും കഴിയൊന്നും കളയല്ലേ, എല്ലാം ഉണ്ടായിട്ട് ജീവിക്കാൻ മേലെ. തണ്ട് വലിച്ചു പിടിക്കാം. ഇവിടെ താത്തണ അതറിയാതെ മീൻ പോവല്ലേ. പയ്യെ പൊക്കി വിടാം, അല്ലെ നല്ല ഇടിയുണ്ട്. ഓൾറെഡിയുണ്ട്. കല്ലെവിടാ ഒരു പിടുത്തമില്ല. അത് വല വലിച്ച് മോനെ വല ഫോണിൽ കളിച്ച് വെച്ചിട്ട് പോന്നു തോന്നുന്നു. പോന്നോടാ കാത്ത് കൈ കാത്ത് വലിച്ചു. നൈസേ വരായി. അങ്ങോട്ട് പോവാ. ഇവിടെ ഉടക്കി കിടക്കുക. ആ ഉടക്കുണ്ടെങ്കിൽ കല്ലുണ്ട് ഒരു സ്വയംഭൂ മരാല്. കൊള്ളാതൊരു സൈസ് വരാല്. കുറെ ചെമ്പല്ലിയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറെ നേരം വല വീശി ഇട്ടിട്ടാണ് എടുത്തത്. അതിന് ഇറങ്ങുക കൂടി ചെയ്തിട്ടുണ്ട്. കരക്കൊണ്ടല്ലേ കാണിക്കാം. അങ്ങോട്ട് കയറുന്നുണ്ട്. എല്ലായിടത്തും കയറി. നമുക്ക് വീശി കിട്ടിയ സാധനത്തെ കണ്ട അമ്മേ. അത്യാവശ്യം സൈസുള്ളൊരു നാടൻ. ഇത് വളർത്തുവാനല്ല കേട്ടോ, നാടനല്ല. കണ്ടല്ലേ വീശി കിട്ടിയത്. ആ എന്തിനും മണ്ട കയറും. കുഞ്ഞിനെയൊക്കെ റിലീസ് ചെയ്യാമോ? ചെമ്പല്ലി എടുക്കാമോ? അത് പിടിച്ച് വെക്കരുത്. ഇനി വടാല് പിടിക്കാനുള്ള പണിയാണ് കാണിച്ചത്. അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ പാടത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു സിലോപ്പി. ഇപ്പൊ സിലോപ്പി കാണുന്നത് ഇപ്പൊ ഇവിടെ ഫുള്ള് മറ്റേ കല്ലാമുട്ടി, കൈതക്കോര എന്നൊക്കെ പറഞ്ഞ സാധനമാണ്.
ഡിഷ് ഇട്ടാക്കാനല്ലേ? ചെമ്പില്ലേ നമുക്ക് ഇങ്ങനെ അങ്ങ് വിട്ടാക്കാല്ലേ? അങ്ങ് വിട്ടേര് പുറത്തോട്ട്. ഓ കാരിക്കുഞ്ഞ്. ഇവിടെ കാരിക്കുഞ്ഞിൻ്റെ കാലിൻ്റെ അവിടെ ഉണ്ട്, ചവിട്ടല്ലേ? ഫുള്ള് ചെമ്പല്ലി കുഞ്ഞ. പിന്നെ കാരിക്കുഞ്ഞുണ്ട്, ഇതുണ്ടോ? കാരിയാണ്, കാരിയുടെ കുഞ്ഞാണ്. ഇതിനെ നമ്മളെല്ലാത്തിനും റിലീസ് ചെയ്യണം കേട്ടോ. കാരിയുടെ കുഞ്ഞ് ഇതിനെ നമ്മൾ റിലീസ് ചെയ്യണം. നാളെ കുഞ്ഞ് ഇതിനെ റിലീസ് ചെയ്യും. ഇതിന് നമ്മൾ എടുക്കാൻ പോകുന്നത് അത്യാവശ്യം സൈസുള്ള ചെമ്പല്ലിനെ വെക്കണം. ബക്കറ്റ് ഒന്ന് ആ സീനില്ല. ചെമ്പല്ലി കുഞ്ഞും ചെമ്പല്ലിയുണ്ട്, വലിയ ചെമ്പല്ലിയുണ്ട്. നമുക്ക് നല്ല സൈസുള്ള ചെമ്പല്ലി കിട്ടുന്നുണ്ട് കേട്ടോ. ചൂണ്ട ഇട്ടാൽ കിട്ടുന്ന സൈസ്, അത്രയും സൈസുള്ള ചെമ്പല്ലി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇത് കണ്ടല്ലോ, അത്യാവശ്യം നല്ല സൈസ് വരുന്ന സാധനം. ബാക്കി കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യാം കേട്ടോ. ഈ വരാൽക്കുഞ്ഞിനെയൊക്കെ കണ്ടോ, അത്യാവശ്യം വലുതാവുന്ന മീനായതുകൊണ്ട് നമ്മൾ പിന്നെ റിലീസ് ചെയ്യും. ഇവിടെ ഫുള്ള് കല്ലാണ് കൈ. ഇതിനകത്ത് അങ്ങോട്ട് വരുന്ന ടാസ്ക്കാണ്. ഇങ്ങോട്ട് കൊണ്ടു അപ്പോ അതിന്റെ അടിയിൽ കൂടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതല്ല അത്യാവശ്യം സൈസുള്ള ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട്. മഞ്ഞ നിറം ഇവിടെ പോണു. വേണ്ടല്ലോ, അത്യാവശ്യം വലിപ്പമാണ്. എൻ്റെ കൈക്കാട്ടിൽ വലിപ്പമാണ്. അല്ലേ എൻ്റെ റെഡ് സിലേക്ക് ഇതിനെ അവിടെ കണ്ട് കട്ട് ചെയ്തു. വല വീണ് കഴിഞ്ഞാൽ കട്ട് ചെയ്തു. അത്യാവശ്യം ഒരു വല നിറയെ നമുക്ക് ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ സൈസുള്ള മീൻ എടുത്തിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ തിരിച്ച് അത് കണക്ക് തന്നെ വിടുക കേട്ടോ. അതൊക്കെ അത്യാവശ്യം നമുക്ക് എടുക്കാവുന്ന സൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്മ എടുക്കുന്നത്. നമ്മൾ ഇന്ന് വല വീശാൻ പോയിട്ട് നമുക്ക് വയമ്പിൽ ഒന്നുമല്ല കിട്ടുക. വെറൈറ്റി കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കഴിച്ച് നമുക്ക് ഇന്ന് കിട്ടിയ മീനൊക്കെ. ചെമ്പല്ലി, ഒരു കാരി, അതോടെ ഒരു നൈസ് സിലോപ്പിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വരാലും.